ക്രൂശിതനെ ധ്യാനിച്ച് ഇതാ അനേകം വൈദികർ സുവിശേഷ ദീപവുമേന്തി നവയുഗത്തിൽ സഞ്ചരിക്കുന്നു. ആത്മാവിൻ്റെ പ്രഭയാൽ അവർ ഉജ്ജ്വലിക്കുന്നു. ഇത് ഫാദർ ബിനോയ് പിച്ചളക്കാട്ട് SJ. ഈശോ സഭയുടെ കേരള പ്രോവിൻസ് ആരംഭം കുറിച്ച ലയോള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ ലിപിയുടെ ഡയറക്ടറും എഴുത്ത് മാസികയുടെ മാനേജിംഗ് എഡിറ്ററുമായ ബിനോയ് അച്ഛൻ തൻ്റെ ആത്മീയ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. അച്ഛ, ശാലോം TV-യിലെ ജോഷു എന്ന പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അച്ഛൻ്റെ ആദ്യത്തെ എപ്പിസോഡിലെ പങ്കുവയ്ക്കലുകൾ വളരെ വളരെ ഭംഗിയുള്ളതായിരുന്നു. അച്ഛൻ പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഹൈറേഞ്ചിലെ ഒരു ഗ്രാമപ്രദേശത്ത് നല്ല രണ്ട് മാതാപിതാക്കൾക്ക് വളരെ ദർശനമുള്ള ഒരു അപ്പച്ചനും അധ്യാപികയായിരുന്ന ധാരാളം മൂല്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു അമ്മച്ചിക്കും ജനിച്ച് 7 മക്കളിൽ ഏറ്റവും ഇളയവൻ. തീർച്ചയായിട്ടും മറ്റു 2 മക്കൾ കൂടി. ജ്യേഷ്ഠൻ കോതമംഗലം രൂപതയിൽ വൈദികനാണ്. പെങ്ങൾ സഹോദരി DM കോൺഗ്രിഗേഷൻ ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷനിൽ സഭാംഗമാണ്. പക്ഷേ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അച്ഛൻ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സ്വാധീനം, സഹോദരങ്ങളുടെ സ്വാധീനം, ഒരു ബന്ധുവായ മറ്റൊരു വൈദികൻ, ഈശോ സഭ അംഗമായിരുന്ന ഒരു വൈദികൻ്റെ സ്വാധീനം, സെൻറ്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കാൻ പോയതിന് ശേഷം പാലാ സെൻറ്റ് തോമസിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്താണ് വീണ്ടും ഒരു ദൈവവിളി പരിപൂർണമായി തീരുമാനിക്കുകയും ഈശോ സഭയിലേക്ക് ചേരാൻ തീരുമാനിക്കുകയും, പ്രത്യേകിച്ച് കുര്യൻ മറ്റത്തച്ഛൻ ഉൾപ്പെടെ ധാരാളം ആ സമയത്തുള്ള വൈദികരെ സ്വാധീനിച്ചതിനെക്കുറിച്ചൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയാൻ ശ്രമിച്ച ഷെയറിങ്സിലും അച്ഛൻ്റെ രീതിയിലൊക്കെ അച്ഛൻ കണക്കിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് ഉള്ളൊരു വൈദികനാണ്. ഇന്ന് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. എന്നിട്ടും വളരെ ലാളിത്യത്തോടെയാണ് അച്ഛൻ്റെ ഒരു ജീവിതമെല്ലാം. അതിന് അച്ഛൻ പറഞ്ഞൊരു മറുപടി, അച്ഛനെ ഈശോ സഭയിൽ നോവിഷ്യേറ്റ് കാലത്ത് ഒക്കെ കിട്ടുന്ന പരിശീലനം, അല്ലെങ്കിൽ അതിലൂടെ കിട്ടിയ ധാരാളം പരിശീലനം, ഇഗ്നേഷ്യസ് ലയോളയെ ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ 3 കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത് എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നു, അതുകൊണ്ട് തന്നെയാണ് ഈ ലാളിത്യം ഉണ്ടാകുന്നത് ഉറപ്പാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് ഇൻഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അച്ഛൻ മറ്റൊരു തത്വം കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ഒന്ന്, നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നു, എല്ലാം ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിലേക്ക് പോകുന്നു, ഇനിയും കൂടുതൽ എന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്. അത് അച്ഛൻ്റെ ജീവിതത്തിൽ വളരെ ഭംഗിയായി അച്ഛൻ ജീവിക്കാൻ ശ്രമിക്കുന്നു, ദൈവം നടത്തുന്നു. അതിൻ്റെ വിവിധ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു, എങ്ങനെയാണ് ഗണിതശാസ്ത്രവും ദൈവശാസ്ത്രവും ബന്ധപ്പെട്ടു പോകുന്ന. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇന്ന് അച്ഛൻ ചെയ്യുന്ന പ്രേക്ഷിത വേലയായ എഴുത്ത് മാസികയുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ഈശോ സഭയിൽ പീസ് സമാധാന പ്രസ്ഥാനം, പീസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്താണ് പറഞ്ഞത്. എൻ്റെ ചോദ്യം അവിടെ തന്നെ തുടങ്ങുകയെന്ന് വെച്ചാൽ, ഇന്ന് ഈ സെക്കുലർ വേൾഡിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ഈ ലോകത്തിൻ്റെ നടുവിൽ ഒരു ക്രിസ്തു സാന്നിധ്യമായി ജീവിക്കാൻ വിളിക്കപ്പെട്ട ഒരാളാണ് ഒരു വൈദികൻ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല, കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല, ഒരിക്കലും അങ്ങനെ ആവേണ്ട ആളുമല്ല. കർത്താവ് വിളിച്ചതും ഒരു വൈദികനെ പരിശീലിപ്പിച്ച് ഇന്നൊരു വൈദികനായി അഭിഷേകം ചെയ്തിട്ടുള്ളതും ഈ ലോകത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നടുവിലൊരു ക്രിസ്തു സാന്നിധ്യമാവാനാണ്. അച്ഛന് എൻ്റെ ആദ്യ ചോദ്യം, അച്ഛൻ ഈ എഴുത്തു മാസികയുമായി ബന്ധപ്പെട്ടുമൊക്കെ ധാരാളം ആളുകളിലേക്കും സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും ധാരാളം ഇഷ്യൂസിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും, ഈ സമാധാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ അച്ഛന് മനുഷ്യരോട് ഇടപഴകുമ്പോൾ ദൈവം നടത്തുന്ന വഴികൾ, പ്രത്യേകിച്ച് അച്ഛനൊരു ഓർപ്പിച്ചൊരു വാചകം അച്ഛന് ഓർമ്മയുണ്ടാവും. പട്ടം വിളിക്കാൻ ചെന്നപ്പോൾ മനുഷ്യപ്പറ്റുള്ള അച്ഛനാവണം എന്ന് പറഞ്ഞു. എന്താ അച്ഛന് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു, ഈ എഴുത്ത് മാസികയായിട്ട് ബന്ധപ്പെട്ട് സമാധാന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപെടുന്നത് മനുഷ്യരോടാണ്. മാനുഷികമായ പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ അതിൻ്റെ ഫോക്കസായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ മാസികയുടെ കാര്യത്തിലാണെങ്കിൽ ഓരോ ഇഷ്യൂവിനും ഓരോ ഫോക്കസ് ഉണ്ട്. സമാധാനം എന്നുള്ളത് ആദ്യത്തേത്, സാമൂഹ്യ നീതി, ധൂർത്ത്, ആഘോഷങ്ങൾ ധൂർത്താകുന്നതിനെക്കുറിച്ച്, ദേശീയത അടിച്ചമർത്തപ്പെടുന്നതിനെക്കുറിച്ച്, പെണ്ണിനെക്കുറിച്ച്, പെൺമയെക്കുറിച്ച്, ഇങ്ങനെ വളരെയേറെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഉയർന്നു പോകുന്ന വിഷയങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ ഇഷ്യൂസിന്, ഓരോ മാഗസിൻ്റെ ഓരോ മന്ത്ലി ഇഷ്യൂസിന് വിഷയമാകുന്നത്. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അതിനെക്കുറിച്ച് വളരെയേറെ വിചിന്തനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു, നമ്മുടെ ചിന്തകളെ, കാഴ്ചപ്പാടുകളെ, വിചിന്തനങ്ങളെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ
വളരെയേറെ ഇടപെടാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ക്ലാസ്സുകളായിട്ടും ചില കോൺഫറൻസുകളായിട്ടുമൊക്കെ പല തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഇൻഫർമേഷൻ ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. പക്ഷേ അനുസരിച്ചുള്ള ആ അറിവിനനുസരിച്ചുള്ള നെറിവ് ഇന്നുണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. ഇപ്പം കഴിഞ്ഞയിടെ നടന്ന ഒരു സംവാദം യുവത്വം ഹിംസിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിന് മുൻകൈ എടുക്കാൻ കാരണം പല പ്രഗത്ഭരായ പ്രതിഭാധനരായ ആളുകൾ വന്ന് അതേക്കുറിച്ച് സംസാരിച്ചു. ഇപ്പം ഡോക്ടർ CJ ജോണെ പോലെയുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ, മ്യൂസ് മേരി ടീച്ചർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ കലുഷിതമായ പ്രശ്നങ്ങൾ ഇന്ന് കുടുംബത്തിലുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കുടുംബങ്ങളിലും സംഭാഷണമില്ല. മാതാപിതാക്കൾക്ക് മക്കളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഭയം വരുന്നു. അതല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളെ ശത്രുക്കളായിട്ട് കാണുന്നു. ഇത് നിത്യജീവിത അനുഭവങ്ങളിൽ പലപ്പോഴും പല ഇടപെടലുകളിൽ നിന്നും പല കുടുംബങ്ങളോടുള്ള അടുപ്പത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു വാല്യൂ കുടുംബത്തിന് പകർന്നേക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് മൂല്യം മാതാപിതാക്കൾക്കും മക്കൾക്കും പകർന്നേക്കാനായിട്ട് കഴിയുക? കുടുംബത്തിന് ഒരു മൂല്യം പകർന്നേക്കണമെങ്കിൽ അത് കുടുംബത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല. അതൊരു സംസ്കാരത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതായിരിക്കുന്നു. കുടുംബം, വിദ്യാലയം, അധ്യാപകർ, ആധ്യാത്മികത, ഇതിനെയെല്ലാം അതിൻ്റെ സമഗ്രതയിൽ നമ്മൾ ഉൾക്കൊള്ളുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മൂല്യബോധന ഇടപെടലുകൾ, നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു പേരൻ്റ് ഒരിക്കലും ഒരു കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ ഇതാ എൻ്റെ മോനെ ഒന്ന് ഉപദേശിക്കണം, അവന് +2 പഠിക്കുകയാണ്, സ്കൂളിൽ പോകില്ല, വീട്ടിലിരുന്ന് ഇങ്ങനെ കമ്പ്യൂട്ടർ ഗെയിമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കാര്യം അച്ഛനോട് പറഞ്ഞു എന്ന് അവൻ അറിയാൻ ഇടവരരുത്, അതറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ പൂശിക്കളയെന്നാണ് ഈ അപ്പൻ എന്നോട് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കൾ മക്കളെ ഭയപ്പെടുന്നു. എവിടെയാണ് പ്രശ്നം? അപ്പോൾ അതിൻ്റെ പല അടിസ്ഥാനപരമായ പ്രശ്നങ്ങളും വീടുകളിലുണ്ട്. ഒപ്പം ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലുണ്ട്, രീതിശാസ്ത്രങ്ങളിലുണ്ട്. അതുകൊണ്ട് ഒരു ഫോക്കസ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാണ് എടുത്തത്. എന്താണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ എന്താ പറയുക, പ്രതിബദ്ധത നഷ്ടപ്പെട്ട അധ്യാപകർ, അല്ലെങ്കിൽ ദർശനം നഷ്ടപ്പെട്ട പൊളിറ്റീഷ്യൻസ്, ജീവിതത്തെ വെറും മേളയായിട്ട് കണ്ടു നടക്കുന്ന യുവതി യുവാക്കൾ, എന്താണ് കാരണം? ഈ ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ചയാണ് പലപ്പോഴും പല വിഷയങ്ങളിലും നമ്മളെ എത്തിക്കുന്നത്. അച്ഛൻ, എൻ്റെ ഒരു ചോദ്യം, അച്ഛൻ പറഞ്ഞൊരു വാക്കിനെ പിക്ക് ചെയ്തിട്ടാണ്. കാരണം ഇന്ന് പലപ്പോഴും ധാരാളം അറിവുകൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ അറിവിനൊത്തുള്ളൊരു നെറിവ് മനുഷ്യർക്കില്ലെന്ന് പറയുന്നത്. പലപ്പോഴും അതിനുള്ള കാരണം യഥാർത്ഥ അറിവിൻ്റെ ഉറവിടമായ ഒരു ദൈവത്തെ ഇവർ കാണാത്തതുകൊണ്ടല്ലേ? അബ്സല്യൂട്ട്ലി. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ അത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അച്ഛനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈശോ സഭയിൽ ധാരാളം വിശുദ്ധരെ ലോകത്തിന് സമ്മാനിച്ച ഒരു കോൺഗ്രിഗേഷനാണ്. ഇത്രയും വൈദികരെ ഇൻവോൾവ് ചെയ്യുന്നൊരു കാര്യം. അതേസമയം ഇത് ക്രിസ്ത്യൻസ് മാത്രമല്ല, സമൂഹത്തിൻ്റെ തുറയിൽ നല്ല മൂല്യങ്ങളോടെ ജീവിക്കുന്ന മറ്റു മതസ്ഥരായ ആളുകളെയും കൂടി ഒരുമിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മനോഹരമായ ഒരു പ്രസ്ഥാനവും ഈ എഴുത്ത് മാസിക എല്ലാം കൊണ്ടുപോകുന്നത് എന്നുള്ള ബ്യൂട്ടി. എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇത്തരത്തിൽ ഉള്ള ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ വൈദികരായിക്കോട്ടെ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവർ ഒരുമിച്ച് കൂടി ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ മറ്റൊരു ലൈനിൽ ഇതിനെ കാണാൻ പറ്റുന്നത്? എന്താണ് അച്ഛനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, ഇവിടെ ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് റൈജു എത്തിയുണ്ടായി. ഏതൊരു ജസ്വിറ്റിൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതും നയിക്കുന്നതും ആധ്യാത്മികത തന്നെയാണ്. ആധ്യാത്മിക സാധനയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു. ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കിയിട്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു, ഇനി എന്ത് ചെയ്യും, ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരമാകണം ഒരു ജസ്വിറ്റിൻ്റെ ജീവിതം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് എൻ്റെ ജീവിത അന്വേഷണം. ക്രിസ്തുവിന് വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ഞാൻ എന്ത് ചെയ്തു, കൈപിടിച്ച് നടത്തിയ വഴികൾ, വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ അനുഭവങ്ങൾ, എന്ത് ചെയ്യുന്നു, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും പോരാ, ഇനിയും കൂടുതൽ, ഇനിയും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയ ചോദ്യവും ഉത്തരവും കുരിശിൽ കിടക്കുന്ന ഈശോയിലാണെന്നാണ് എൻ്റെ ആധ്യാത്മിക ദർശനം. അപ്പോൾ എത്രയെല്ലാം സെക്കുലറായിട്ടുള്ള ആളുകളോട് നമ്മൾ ഇടപെട്ടാലും, എത്രയേറെ ഉയർന്ന തരത്തിലുള്ള ഇടപെടലുകൾ അക്കാദമികമായിട്ട് നമ്മൾ നടത്തിയാലും നേടിയാലും, അടിസ്ഥാനപരമായിട്ടും ആധ്യാത്മികതയുടെ അഭാവം ഉണ്ടെങ്കിൽ ഇത് 0 ആകും എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ദർശനം. അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ, പ്രസ്ഥാനത്തെ ഞങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് അക്കാഡമിക് ഇൻ നേച്ചർ, സ്പിരിച്വൽ ഇൻ വിഷൻ,
ഇൻ്റർഡിസിപ്ലിനറി ഇൻ അപ്രോച്ച് എന്നാണ്. ആ ആധ്യാത്മിക ദർശനമില്ലാതെ അക്കാദമികമോ അല്ലെങ്കിൽ വിഷയാന്തരീയമോ ആയ സമീപനങ്ങൾ നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു സമീപനം ഇവിടെയും പറയാതെ വയ്യ. ടു ബി കണ്ടംപ്ലേറ്റീവ്സ് ഇൻ ആക്ഷൻ. കർമ്മത്തിൽ നീ ധ്യാനിയാകണം, ധ്യാനത്തിൽ നീ കർമ്മം ചെയ്യുന്നവനാകണം. അതായത് കർമ്മവും ധ്യാനവും സമന്വയിപ്പിക്കുക എന്ന വളരെ വിശ്വവിഖ്യാതമായ ഒരു ദർശനം, അത് ഓരോ നിമിഷവും ഒരു ജസ്വിട്ടൻ ഈശോസഭക്കാരന് അതൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സെക്കുലർ വേൾഡിലൂടെ ഇടപെടൽ, ഒരു പ്രസിദ്ധീകരണം, അത് ആ കർമ്മമേഖലയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ, അത് അക്കാദമികമാകട്ടെ അല്ലെങ്കിൽ ഇടപെടലിൻ്റെ മറ്റൊരു രീതിശാസ്ത്രമാകട്ടെ, കർമ്മമേഖലയിൽ ധ്യാനനിമഗ്നനാകേണ്ടവനാണ് അവൻ. പ്രാർത്ഥനയുടെ മഞ്ജരികൾ കർമ്മത്തിലൂടെ ദൈവത്തിരുസന്നിധിയിലേക്ക് ഉയർത്തണമെന്നുള്ളത് വളരെ മനോഹരം. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വളരെ ഉള്ളിൽ ഒരു വലിയ ബോധ്യം ആഴപ്പെടുന്നൊരു അനുഭവം തന്നെയുണ്ട്. ഞാൻ അച്ഛനോട് ചോദിക്കുന്നൊരു കാര്യം, കാരണം അച്ഛൻ്റെ ഈ ഓരോ എക്സ്പീരിയൻസും ഓരോ കാഴ്ചപ്പാടും ഒക്കെ പറയുമ്പോഴും അറിയാതെ വീണ്ടും വീണ്ടും ഞാൻ ഹൈ റേഞ്ചിലേക്ക് പോവുക. കാരണം അച്ഛൻ്റെ മാതാപിതാക്കളെ അച്ഛൻ വീണ്ടും നന്ദിയോടെ തീർച്ചയായിട്ടും അച്ഛൻ ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ പറയണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എങ്ങനെയാണ് അച്ഛൻ്റെ ഇന്നത്തെ ഒരു വളർച്ച ഹൈ റേഞ്ചിലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന്, നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നെല്ലിപ്പാറയിൽ നിന്ന് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം നയിച്ച് ഒരുപക്ഷെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം എന്ന നിലയിലും ഇന്ന് സമൂഹത്തിൽ വളരെ ഇറങ്ങി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്നൊരു വൈദികൻ എന്ന നിലയിലൊക്കെ വളരുന്ന ഈ വളർച്ച, കർത്താവ് നടത്തിയ, ദൈവം നടത്തിയ ഈ വഴികൾ, ഈ ഓർമ്മകളിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഉപയോഗിക്കുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും മാതാപിതാക്കളെക്കുറിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അപ്പച്ചനെക്കുറിച്ചോ അമ്മച്ചിയെക്കുറിച്ചോ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? രണ്ടാമത്തെ കാര്യം, ദൈവം നടത്തിയ ഈ വഴികളിൽ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും അനുഭവം എന്ന് പറയാനുണ്ട്? ഓക്കെ, ഒന്നാമതായിട്ട് പേരൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ പറയാം. പല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പേരൻസ് എന്നും എനിക്കൊരു ഇൻസ്പിറേഷണൽ ഫിഗേഴ്സാണ്. പ്രത്യേകിച്ച് ഇച്ചാച്ചനും അമ്മയും. ഞാൻ പറഞ്ഞല്ലോ, മക്കളെ നല്ല രീതിയിൽ പഠിക്കണമെന്നും വിശ്വാസത്തിൽ വളരണമെന്നും ആഗ്രഹിച്ചവരാണ് എൻ്റെ പേരൻസ്. ഇപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ വിജയം ഉണ്ടാകുമ്പോൾ ചാച്ചനോട് ചോദിക്കും, എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു മിഷൻ ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു മത്സരത്തിന് പോയെന്ന് വയ്ക്കുക, അതല്ലെങ്കിൽ KCSലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? നല്ലതായിട്ട് പര്യവസാനിച്ചു, അതല്ലെങ്കിൽ വിജയിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പറയും, ബഹുമെടുക്കാൻ പക്ഷേ അഹങ്കരിക്കരുതെന്ന് പറയുമായിരുന്നു. അതേസമയം ചാച്ചൻ പറയുമായിരുന്നു, ചില സമയങ്ങളിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതൊന്നും ഉണ്ടാകാതെ പരാജയപ്പെട്ട് വരുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം പറയും, യാതൊന്നിലും വിഷമിക്കരുത്, എത്രയോ പേര് തോറ്റിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിലാകട്ടെ ശാസ്ത്രത്തിലാകട്ടെ എത്രയോ പേര് തോറ്റിരിക്കുന്നു, ഇന്ദിരാഗാന്ധി വരെ തോറ്റിരിക്കുന്നു ഇലക്ഷനിൽ. അതൊക്കെ ഒരു വിജയത്തിനുള്ള ചവിട്ടുപടിയായിട്ട് നോക്കിക്കാണണമെന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് പല അവസരങ്ങളിലും, പ്രത്യേകിച്ച് ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അതുപോലെ അമ്മ ഒരു അധ്യാപികയാണെന്ന് ഞാൻ പറഞ്ഞു. 25ഓളം വൈദികരെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വൈദികരെല്ലാം പല മിഷണറിമാരും അവധി സമയത്ത് വീട്ടിൽ വന്ന് അമ്മയോട് സംസാരിക്കുകയും അനുഗ്രഹം വാങ്ങുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നാനാ ജാതി മതസ്ഥരുണ്ട്. അവരൊക്കെ പലപ്പോഴും വീട്ടിലേക്ക് കടന്നു വന്ന് അവരുടെ മക്കളെ, ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ അരിക്ക് ഇരുത്തി എഴുതിക്കുക, അക്ഷരം എഴുതിക്കുക, അവരുടെ കല്യാണം വിളിക്കുക, അതിൽ പങ്കുചേരുക, ദക്ഷിണ വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പറയുമ്പോൾ തന്നെ വളരെ കൃത്യമാണ്. പിച്ചലക്കാട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു പരിശീലനമാണ് അച്ഛൻ്റെ ഇത്രയും വളർച്ചയുടെയും ജീവിതത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമെന്ന് വളരെ ക്ലിയറാണ്. എങ്കിലും അതിൻ്റെ കൂടെ ഞാൻ ആദ്യം ചോദിച്ച രണ്ടാം ഭാഗത്തും കൂടി അച്ഛൻ പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം അപ്പച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് പറഞ്ഞ സാഹചര്യങ്ങളുടെ കൂടെ തന്നെ ഇത്രയും ദൈവം നടത്തിയ വഴികൾ, ഈ നെല്ലിപ്പാറയിൽ നിന്ന് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അമേരിക്കയിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ വരെയുള്ള സാഹചര്യത്തിലേക്ക് ദൈവം നടത്തുന്ന വഴികൾ, വിവിധ ശുശ്രൂഷകൾക്ക് ദൈവം ഉപയോഗിക്കുന്നു. പക്ഷെ ദൈവം അതുപോലെ കൂടെ നടന്ന് ഇടപെടുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ദൈവാശ്രയത്വത്തിൻ്റെ നിമിഷങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അച്ഛന് പറയാനുണ്ട്? ഷുവർ. അത് ഈശോ സഭയിൽ ഔപചാരികമായി ചേരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലയളവാണ്. അത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയമാണ്. പാലാ സെൻറ്റ് തോമസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഹോസ്റ്റലിൽ നിന്ന് സെക്കുലറായിട്ട് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഡിഗ്രി കാലയളവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യുവാവിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവിൻ്റെ സമയമാണ്. അവനെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്ന് ഒന്നുകൂടെ ആത്മപരിശോധന ചെയ്യുന്നത്. ആ വഴിത്തിരിവിൽ നിന്നുകൊണ്ട് അവനെടുക്കുന്ന ഓപ്ഷനാണ് അവൻ്റെ വിധി. ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി.
ഈ ഡിഗ്രിക്ക് ശേഷം ഞാൻ എൻ്റെ വിളിയെ ഒന്നുകൂടെ സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളും എന്നോട് തന്നെയുള്ള ചോദ്യങ്ങളുമൊക്കെ പങ്കുവെക്കലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഞാൻ സൂചിപ്പിച്ച ഒരു ഫാദർ കുര്യൻ മറ്റം അദ്ദേഹത്തിൻ്റെ മാർഗദർശനവും ആധ്യാത്മികമായ സംഭാഷണങ്ങളും എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. ഒപ്പം ഈശോസഭയിൽ തന്നെയാണ് ഈശോസഭയിലേക്ക് തന്നെയാണ് എൻ്റെ വിളി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടത്. ആ പഠന കാലയളവിൻ്റെ അവസാനം ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈശോസഭയുടെ കേരള പ്രവിശ്യയിലെ ഫാദർ എ അടപ്പൂരിനെ കാണുകയുണ്ടായി. അടപ്പൂരച്ഛൻ്റെ സമയോചിതമായ ഒരു ഇടപെടൽ ഈശോസഭയുടെ ഈ കേരള പ്രവിശ്യയുടെ വിഷയത്തിലേക്ക് കടന്നു വരാനായിട്ട് ഒരു നിമിത്തമായി. അത് വലിയൊരു നിമിത്തമായി ഞാൻ കാണുകയാണ്. അതിനെ നിമിത്തം എന്നല്ല വിളിക്കുക, അത് ദൈവത്തിൻ്റെ കൃത്യമായ ഒരു ഇടപെടലും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ദിശാബോധം നിർണ്ണയിച്ച ഒരു ടേണിംഗ് പോയിൻ്റായി എന്നുള്ളതാണ് വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നത്. അച്ഛനിത് പറയുമ്പോൾ തന്നെ അറിയാം. കാരണം ആദ്യ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് അച്ഛൻ ഓർമ്മയുണ്ടാവും. ആദ്യത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അച്ഛൻ പറഞ്ഞത് ഇത് എവിടെ നിന്നാണ് വിളിച്ചത് ആരാണ്, വിളിച്ചവൻ വിശ്വസ്തനാണ് എന്നുള്ള ആ ഒരു ഉറപ്പാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ബലം. അത് തന്നെ ഇവിടെ. കാരണം വിളിച്ച ദൈവത്തിൻ്റെ ഈ ഇടപെടലുകൾ ഇതുപോലെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും കൃത്യമായ സമയങ്ങളിൽ സാഹചര്യങ്ങളിലൂടെ വ്യക്തികളിലൂടെ ഇടപെടുന്നത് അച്ഛന് അത് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും പറ്റുന്നു എന്നുള്ളത് അച്ഛൻ്റെ ഉള്ളിലെ ആ ഒരു ദൈവിക ചൈതന്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വഴിനടത്തൽ തന്നെയാണ് അച്ഛ. എൻ്റെ ചോദ്യം എനിക്ക് ഏറെ ആകാംക്ഷയുള്ളൊരു ചോദ്യം. കാരണം ഈ എന്താ പറയുക, ഈശോ സഭ എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ വളരെ സജീവമായിട്ടുള്ള ഒരു കോൺഗ്രിഗേഷൻ. എനിക്ക് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ധാരാളം മിഷൻ ഏരിയാസ് ഡെവലപ്പ് ചെയ്തത് ഈശോ സഭ. പ്രത്യേകിച്ച് ഞാൻ സൗത്ത് ഗുജറാത്തിലൊക്കെ ധാരാളം പോയിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ ടഫായിട്ടുള്ള ധാരാളം മിഷൻസിൽ സെൻട്രൽ റീജിയണിൽ മുഴുവൻ ഇന്ത്യയുടെ ഈ ഈശോ സഭയുടെ ധാരാളം മിഷൻസ് ഉണ്ട്. നാളെ അച്ഛനെ ഇത്തരത്തിൽ വളരെ ടഫായിട്ടുള്ളൊരു മിഷൻ സ്ഥലത്തേക്ക് പോകാൻ കോൺഗ്രിഗേഷൻ പറഞ്ഞാൽ അച്ഛൻ്റെ മറുപടി എന്തായിരിക്കും? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, യെസ്. കാരണം അനുസരണം. ഈശോ സഭയിലെ കോൺഗ്രിഗേഷനുള്ള ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്ന് പറയുന്ന 3 വ്രതങ്ങൾ, ഒപ്പം മാർപ്പാപ്പായോടുള്ളൊരു പ്രത്യേക വിധേയത്വമുണ്ട്. ജെസ്യൂട്ട് എവിടെയായെങ്കിലും മാർപ്പാപ്പ പറയുകയാണ് ലബനനിലേക്ക് പോവുക, അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുക, അവൻ റെഡി ആയിരിക്കണം. ഞാൻ റെഡിയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു രൂപീകരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പോയിട്ടുള്ള പല ഈശോ സഭ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ സേവനം ചെയ്ത അലക്സിസ് പ്രേംകുമാറിനെ പോലെ, അതുപോലെ കേരള പ്രവിശ്യയിൽ തന്നെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ, ലെബനനിൽ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാദർ സെഡ്രിക് പ്രകാശ്, കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ വിളി സ്വീകരിച്ച് പ്രത്യേക ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചവരാണ്. എനിക്ക് ഉറപ്പാണ് അതേ കുടുംബത്തിൽ അത് എവിടെയാണെങ്കിലും പോകാൻ നമ്മോട് തന്നെ നിർബന്ധമുണ്ട്. അത് നമ്മുടെ ഒരു ബോധ്യമാണ്. അതിനോട് ആ രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിയാത്മകമായി പ്രത്യുദ്ധരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അച്ഛൻ പറയുമ്പോൾ തന്നെ അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ എനിക്ക് സംശയിക്കേണ്ട ഒരു കാര്യമില്ല, അത്ര ഉറപ്പാണ്. കാരണം അച്ഛൻ എവിടെ ദൈവം നടത്തുന്ന വഴിയിലേക്കും അനുസരണത്തിൻ്റെ പേരിൽ മാത്രമല്ല അച്ഛൻ്റെ ബോധ്യത്തിൻ്റെ പേരിലും അച്ഛൻ അത് പോകുന്നുള്ളത് വളരെ ഉറപ്പാണ്. അച്ഛൻ ആ മറുപടി പറഞ്ഞതിൻ്റെ ഇടയിൽ മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ മാർപ്പാപ്പയെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് ഈശോ സഭാംഗമാണ്. ഇന്ന് ലോകത്തെ മുഴുവൻ അതുപോലെ ഒരു കത്തോലിക്ക സഭയുടെ ഒരു പരമാധ്യക്ഷൻ ലോകത്തെ മുഴുവൻ അതുപോലെ ക്ലീൻ ബൗൾഡാക്കി എന്ന് പറഞ്ഞാൽ അതുപോലെ സ്വാധീനിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ സമ്മതനായ ഒരു മാർപ്പാപ്പ. അച്ഛനെന്താ പറയാം? പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതിൽ ലോകം മുഴുവനോടൊപ്പം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈശോ സഭക്കാരൻ എന്ന നിലയ്ക്ക് വളരെയേറെ സന്തോഷം എനിക്കുണ്ട്. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആയ ആ കാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നോക്കിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ അത്ഭുതമില്ല. കാരണം പോപ്പ് ഫ്രാൻസിസ് ഒരു ഈശോസഭക്കാരനാണെന്നുള്ളതാണ്. കാരണം ഈശോസഭയുടെ ദർശനങ്ങൾ ഉൾക്കൊണ്ട്, അതുപോലെ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ജീവിതപാതയിലൂടെ ചരിക്കുന്ന ഒരു സന്യാസി, ഏതൊരു ഈശോസഭക്കാരനെ പോലെ അല്ലെങ്കിൽ പോപ്പ് ഫ്രാൻസിസിനെ പോലെയുള്ള ധാരാളം ഈശോസഭ ഗുരുക്കന്മാർ എൻ്റെ പഠന കാലയളവിൽ, അത് പൂനെയിലെ പേപ്പിൾ സെമിനാറിലായിരുന്നപ്പോഴും ഇപ്പോൾ കാലടിയിലായിരുന്നപ്പോഴും അതല്ലെങ്കിൽ വിദേശത്തായിരുന്നപ്പോഴും ഒക്കെ ഗുരുക്കന്മാരായും സുഹൃത്തുക്കളായും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജെസ്യൂട്ട്നെസ് അല്ലെങ്കിൽ ഒരു ഈശോസഭാത്വം അത് അദ്ദേഹത്തെ അനന്യമാക്കുന്നുണ്ട്. ലോകം ഈശോസഭക്കാരെ കാണുന്നത് കൂടുതലായും ഇന്ന് പോപ്പ് ഫ്രാൻസിസിലൂടെയാണെന്നുള്ളതാണ്. ഇനി ആ വ്യക്തിയിലേക്ക് വരുമ്പോൾ ഒത്തിരിയേറെ ആദരവുണ്ട്. കാരണം കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളോട് പ്രത്യുത്തരിക്കുന്നവനാകണം ഒരു ജെസ്യൂട്ട്. അത്
അങ്ങനെ തന്നെയാണ് ഇഗ്നേഷ്യസ് ലോയോളയുടെ ദർശനവും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഭംഗിയായി അത് ചെയ്യുന്നുണ്ട്. മാർപ്പാപ്പ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ബോധനമാണ്. ബിൽഡ് ബ്രിഡ്ജസ് നോട്ട് വാൾസ്. പാലം പണിയുന്നവരാണ് നിങ്ങൾ, മതിൽ പണി എന്നാണ്. ബാക്കി പല കാര്യങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു സഭയുടെ, സന്യാസിയുടെ, സന്യസ്തരുടെ, വൈദികരുടെ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയും പ്രവാചക ദൗത്യവും ഈ പാലം പണിയിലാണ്. ജാതി മതങ്ങൾക്കപ്പുറമായി, വിഭാഗീയതകൾക്കും അതിർവരങ്ങൾക്കും അപ്പുറമായിട്ടുള്ള ഹൃദയ സംവേദനങ്ങൾ, സംഭാഷണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അലിവിൻ്റെ, ആർദ്രതയുടെ ഭാവങ്ങൾ, അതാണ് പോപ്പ് ഫ്രാൻസിസിൽ ലോകം കാണുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ കോൺഗ്രിഗേഷനിൽ ഇപ്പോൾ ഇഗ്നേഷ്യസ് ലോയോള പുണ്യവാളനാണെങ്കിലും സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ആണെങ്കിലും ഇവരെല്ലാം കാണുമ്പോൾ ലോകത്ത് അതുപോലെ സ്വാധീനിച്ച വിശുദ്ധരാണ് ഇവരെല്ലാം. അച്ഛൻ ആ വിശുദ്ധിയിലേക്ക് തന്നെ, ഒരു വിശുദ്ധയിലേക്ക് വിളിക്കപ്പെട്ടൊരു വൈദികനാണ്. എല്ലാ വൈദികരും അങ്ങനെയാണ്. അച്ഛൻ്റെ ഈ ഒരു പ്രേക്ഷിത രംഗത്തും എല്ലാം ജീവിക്കുമ്പോഴും വളരെ സജീവമായി ഈ ലോകത്തിൽ ഒരു ക്രിസ്തു സാന്നിധ്യമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും എങ്ങനെയാണ് അച്ഛാ ഒരു വിശുദ്ധിയുള്ള ജീവിതം കൊണ്ടുപോകാൻ പറ്റണത്? ഇതൊരു ചാലഞ്ചിങ് ക്വസ്റ്റ്യനാണ്. അതുപോലെ ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം ഒരു പുരോഹിതൻ്റെ ജീവിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതാണ് കൂടുതൽ ചാലഞ്ചായിട്ടുള്ളത്. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രാർത്ഥനയാണ്, നാഥ ഉദാര മനസ്സനാക്കുക എന്നുള്ള ഇഗ്നേഷ്യസ് ലോയോളയുടെ ഒരു പ്രാർത്ഥന. നാഥ ഉദാര മനസ്കനാക്കുക, വില മറന്ന് കൊടുക്കുവാൻ, മുറിവ് മറന്ന് യുദ്ധം ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കുക, എനിക്കൊന്ന് മാത്രം മതി, അത് നിൻ്റെ തിരുഹിതമാണ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രാർത്ഥന വളരെയേറെ ഇൻസ്പിറേഷണലാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഏതൊരു പുരോഹിതനും അവൻ ആ ദിവ്യബലി മധ്യയെ എടുക്കുന്ന അപ്പം പോലെ എടുക്കപ്പെട്ടവനാണ്, മുറിയുന്ന അപ്പം പോലെ മുറിയപ്പെടേണ്ടവനാണ്, കൊടുക്കുന്ന അപ്പം പോലെ കൊടുക്കപ്പെടേണ്ടവനാണ്. ഒരു പുരോഹിതനും അവൻ്റേതല്ല. ഈ ഒരു ബോധ്യമാണ് എന്നെ നയിക്കുന്നത്. ഞാൻ ഇന്നായിരിക്കുന്നത് ആരെല്ലാം എൻ്റെ വളർച്ചയിൽ, രൂപീകരണത്തിൽ, തളർച്ചയിൽ എൻ്റെ കൂടെ നിന്നവർ ഇവരെല്ലാം ഉണ്ടെങ്കിലും ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളാണ് എന്നെ ഞാനാക്കി രൂപപ്പെടുത്തിയിരിക്കുന്നതും രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതും. അപ്പോൾ ഏതൊരു ജീവിത സാഹചര്യത്തിലും ആ ഒരു സാഹചര്യത്തോടെ അനുരൂപപ്പെടാനും അത് പ്രതിസന്ധിയാണെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ ഒഴുകിയെത്തുന്നതും ഈ ഒരു ത്രിയേക ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ആ കൃപയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ പരാതികളോ പരിഭവങ്ങളോ ഇല്ല, മുൻപോട്ടുള്ള പ്രതീക്ഷ. കർത്താവ് പറയുന്നത് നിനക്കെൻ്റെ കൃപ മതി എന്ന് പറയുന്ന ആ ഒരു വലിയ തിരിച്ചറിവ് അച്ഛൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. കാരണം ത്രിത്വത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു കൃപ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നെ നയിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് അച്ഛൻ്റെ. ഒരുപക്ഷെ എൻ്റെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാരണം അത് അച്ഛൻ പ്രേക്ഷകരോട് പറയാനുള്ള അച്ഛൻ്റെ ഒരു വാക്കുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം തീർച്ചയായിട്ടും പ്രേക്ഷകരോടാണ്. എങ്കിലിത് 2 വൈദികർ, ചേട്ടൻ്റെ പേര് മാനുവൽ പിച്ചലക്കാട്, പെങ്ങളുടെ പേര് സിസ്റ്റർ ലിഡിയ DM, ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷൻ. 2 മക്കൾ വൈദികരായും ഒരു മകള് സിസ്റ്ററായും മറ്റുള്ളവർ വിവാഹാന്തത്തിലേക്ക് പ്രവേശിച്ചവരാണ്. അങ്ങനെയുള്ള ഒരു കുടുംബം, 3 മക്കളെ പ്രത്യേകമായ രീതിയിൽ ദൈവത്തിന് സമ്മാനിച്ച 2 മാതാപിതാക്കൾ. ആ കുടുംബത്തിൻ്റെ ഒരു മനോഹാരിത അച്ഛൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും, സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടെന്നുള്ളത് ക്ലിയറാണ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ചോദ്യം ഇന്ന് കുടുംബങ്ങളോട്, നമ്മുടെ പ്രേക്ഷകരായ ആളുകളോട് ദൈവവിളി, 2-3 ദൈവവിളി പ്രത്യേകമായ വിധത്തിൽ, അതായത് ഒരു സന്യസ്ത ദൈവവിളിയുള്ള ഒരു കുടുംബം എന്ന നിലയിൽ അച്ഛൻ എന്താ പറയാനുള്ളത് മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും കുടുംബത്തോടും? മാതാപിതാക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, അവർ മക്കളെ അറിയുന്നവരാണ്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീട്ടിലൊരു ഷെയറിംഗ് ഉണ്ടായിരുന്നു, പങ്കുവയ്ക്കലുകൾ. അതിൽ ആ ദിവസത്തിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പ്രാർത്ഥനാ മധ്യേ ചില പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുമായിരുന്നു. അതിൽ ആ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, നമുക്ക് അറിയാവുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അമ്മയുടെയും അല്ലെങ്കിൽ സഹോദരങ്ങളുടെയൊക്കെ, മൂത്ത സഹോദരങ്ങളുടെ പ്രാർത്ഥനകളിൽ കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു നനവ് ഇന്ന് നഷ്ടപ്പെടുന്നില്ലേ? പല കുടുംബങ്ങളിലും പ്രാർത്ഥന പോലും ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഹൃദ്യമായ ആത്മബന്ധങ്ങൾ പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് ഏതൊരു തിരക്കിട്ട സാഹചര്യത്തിലും സമയം കൊടുക്കണം. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന മുടക്കരുത്, കുഞ്ഞുങ്ങൾ മതബോധനം മുടക്കരുത്. മതബോധനമൊക്കെ ഇന്ന് സൈഡ് ലൈൻ ആക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ
മിഷൻ ലീഗ്, അതുപോലെ കാറ്റഗിസം, വേദപാഠം, അതിനൊക്കെ ഒരു പ്രയോറിറ്റി ലൈഫിൽ കൊടുത്തിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പങ്കുചേരുന്നില്ലെങ്കിൽ അതൊരു പാപമാണെന്ന് പോലും തോന്നിപ്പിച്ചിരുന്ന തരത്തിലുള്ള ഒരു പരിശീലനമായിരുന്നു. ഞാൻ അതിനെ ലിറ്ററൽ ആ രീതിയിൽ തന്നെ പറയുന്നില്ലെങ്കിലും അതിൻ്റെ കാര്യഗൗരവം അത്രത്തോളമായിരുന്നു. അത് നമുക്ക് പകർന്നു നൽകിയ ക്രൈസ്തവ മൂല്യങ്ങൾ, മൂല്യബോധനങ്ങൾ, അതൊക്കെ ഇന്നും മുൻപോട്ടുള്ള പ്രയാണത്തിൽ ശക്തി പകരുന്ന മാർഗദർശനം നൽകുന്നവയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ, മക്കൾ പരസ്പരമുള്ള സൗഹൃദം, ഹൃദയതലത്തിലുള്ള സംവേദനങ്ങൾ, ഇടപെടലുകൾ, കൂടുതൽ സമയം ഒരുമിച്ചായിരിക്കുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്, സങ്കടങ്ങൾ, വേദനകൾ മക്കളെ അറിയിക്കുന്നത്, കുറച്ചൊക്കെ വിഷമങ്ങളിലൂടെ മക്കളെ കടത്തിവിടുന്നത്, മിനിമം പങ്കുവയ്ക്കുകയെങ്കിലും ചെയ്യുന്നത് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ. അല്ലാത്ത പക്ഷം കുടുംബങ്ങളുടെ അടിത്തറ ഇളകും. സങ്കീർത്തകനും അതല്ലേ പറയുന്നത്, അമ്മയുടെ കണ്ണുനീര് വീണാൽ ഭവനത്തിൻ്റെ അടിത്തറ ഇളകും. സന്താനങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ഒരു കുടുംബ പ്രാർത്ഥനയുള്ള വീട്ടിൽ, കുടുംബത്തിൽ നിന്ന് ആണ് ഏറ്റവും ഈ ദൈവവിളികൾ ഉണ്ടായിട്ടുള്ളത്. മാതാപിതാക്കളുടെ സ്വാധീനം മാത്രമല്ല, അതിൻ്റെ ഏറ്റവും നല്ലൊരു വഴി കുടുംബ പ്രാർത്ഥനയാണ്. കണ്ണീരിൻ്റെ നനവോടെയുള്ള പ്രാർത്ഥനകൾ ഇന്ന് കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നു. പക്ഷേ എല്ലാ കുടുംബങ്ങളോടും ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ കുടുംബ പ്രാർത്ഥന. അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും ഒരുമിച്ചുള്ള സമയം എല്ലാം വേണം. അച്ഛൻ പറഞ്ഞ എല്ലാത്തിൻ്റെ ഒപ്പം തന്നെ അച്ഛൻ പറഞ്ഞ ഈ ഒരു കാര്യത്തെ ഒന്നുകൂടെ എടുത്തു പറയാനാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ പറഞ്ഞപ്പോഴും എൻ്റെ ഒരു അച്ഛൻ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇത് വെച്ച് അവസാനിപ്പിക്കാം. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പരമ്പരാഗതമായ കുടുംബ പ്രാർത്ഥനകളുടെ ഒരു രീതി ജപമാലയാണ് അല്ലേ. ധാരാളം വൈദികർ പങ്കുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാതാവ് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ കൂട്ടാണെന്ന്. അച്ഛന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ? അതൊന്ന് പറഞ്ഞു. എനിക്ക് പറയാനുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർക്കുമ്പോൾ, അതും കുടുംബത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും എങ്ങനെയോ കുടുംബത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. കൊന്ത നമസ്കാരം എല്ലാ ദിവസവും എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. അതിനുശേഷം മാതാവിനോടുള്ള ഒരു നൊവേന, ഇത് രണ്ടും ഇല്ലാതെയുള്ള ഒരു കുടുംബ പ്രാർത്ഥനയില്ല. ഈ രണ്ടിലും നിർബന്ധമായി മക്കളായി ഞങ്ങൾ പങ്കുചേർന്നിരിക്കണം. അവിടെയാണ് വാസ്തവത്തിൽ ഒരു കുടുംബത്തിൻ്റെ അന്നത്തെ ആ ദിവസത്തിൻ്റെ എല്ലാ ഇടപെടലുകളും, എല്ലാ കുടുംബത്തിൻ്റെ അനുദിന ജീവിത വ്യാപാരങ്ങളെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും സന്നിഹിതരായത് അവിടെയായിരുന്നു. ഇന്ന് ഏറ്റവും ഹൃദ്യതയോടുകൂടി ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും ആ ഒരു പ്രാർത്ഥനാ വേളയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, ജീവിതത്തിൽ നമ്മൾ ചില സംശയത്തിൻ്റെ വക്കിൽ നിന്ന സമയങ്ങളിൽ, അതല്ലെങ്കിൽ ചില തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവങ്ങളിൽ, അപ്പോഴാണല്ലോ പ്രാർത്ഥനകൾ കൂടുതൽ വേരുപിടിക്കുന്നതും ആഴപ്പെടുന്നതും. ഇവിടെയൊക്കെ ഏറ്റവും ആദ്യം ശരണപ്പെടുന്നത് പരിശുദ്ധ അമ്മയിലാണ്. അത് എന്നും നമുക്കൊരു പ്രചോദനവും ശക്തിയും ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ കൃപയും ലഭിച്ചിട്ടുണ്ട്. ആ അമ്മയെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ ഒരുപക്ഷെ നമ്മുടെ അമ്മമാരിലൂടെയാണ് നമുക്കത് കൂടുതലായിട്ട് വെളിപ്പെടുന്നത്. അമ്മയോടുള്ള സ്നേഹം, പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു സ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് ഒത്തിരിയേറെ സാധിച്ചിട്ടുണ്ട്. ആ ഒരു അമ്മ ജീവിതത്തിൽ മുറുകെ പിടിച്ച പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിലും അല്ലെങ്കിൽ ദിവ്യസുതൻ്റെ ജീവിതത്തിലുടനീളം ഒരു സാന്നിധ്യമായി നിന്നത്, ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും നിതാന്തമായ നിരന്തരമായ ഒരു സാന്നിധ്യമായിട്ട് തുടരുമെന്നുള്ള ഉറപ്പ് വലിയൊരു ശക്തിയും പ്രചോദനവും പകർന്നു. അച്ഛാ, എന്നും ഈ അമ്മയുടെ മാധ്യസ്ഥവും തുണയും അച്ഛന് കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛനോട് അച്ഛൻ്റെ ഓർഡിനേഷൻ സമയത്ത് ആദ്യ എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞ പോലെ ഓർഡിനേഷൻ ക്ഷണിക്കാൻ ചെന്നപ്പോൾ കാറ്റഗിസം ക്ലാസ്സിലെ കൊച്ചു പറഞ്ഞതുപോലെ എന്നും മനുഷ്യപ്പറ്റുള്ള ഒരു വൈദികനായി തുടരാൻ, ജീവിക്കാൻ അച്ഛന് പറ്റട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ വിളിച്ചവനിൽ എന്നും ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ത്രിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നും കൂടെയുണ്ടെന്നും എന്നും ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെന്നും അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന കൃപയാണ് അച്ഛൻ്റെ ബലമെന്നും അച്ഛൻ്റെ വാക്കുകളിൽ വളരെ വളരെ കൃത്യമായിരുന്നു. അച്ഛാ, എന്നും ദൈവം നയിക്കുന്ന വിശുദ്ധനായ ഒരു ഈശോസഭ വൈദികനായി ജീവിച്ചൊടുങ്ങാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഷാലോം ടി വിയിലെ ജോഷുവ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള 2 എപ്പിസോഡും വളരെ ഹൃദ്യമായിരുന്നു. വളരെ ആവേശം തരുന്ന ഒരു വളരെ പച്ചയായ പങ്കുവെക്കലുകളായിരുന്നു. ഒത്തിരി നന്ദി അച്ഛൻ. താങ്ക് യു രാജു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ
ഞങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ